യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഹലോ, ഞാനാടോ. മനസ്സിലായി സാർ. ഞാൻ തന്നോടൊരു കാര്യം പറഞ്ഞിരുന്നില്ല. എപ്പോഴാണ് റെഡിയാണ് സാർ? സാർ പറഞ്ഞാൽ മതി. എന്നാ നാളെ മുതൽ തയ്യാറായിക്കണം. നാളെയോ? നാളെ എവിടെയാ? അത് പറഞ്ഞ പാർട്ടി നാളെ മുതൽ യാത്ര തുടങ്ങുക. ഹൈവേയിൽ താൻ രാവിലെ കാത്തു നിൽക്കണം. പോകുന്ന വണ്ടിയുടെ നമ്പറും ഡീറ്റെയിൽസും തന്റെ ഫോണിലേക്ക് ഞാൻ മെസ്സേജ് ചെയ്യാം. ആ വണ്ടിയെ താനും ഫോളോ ചെയ്യണം. സാറേ, ഹൈവേയിൽ വെച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. തക്കതായ സമയത്ത് ഞാൻ ഓപ്പറേറ്റ് ചെയ്തോളാം. തിരക്ക് പിടിക്കണ്ട. ഉചിതമായ സ്ഥലം നോക്കി വേണം കാര്യങ്ങൾ ചെയ്യാൻ. ആർക്കും ഒരു സംശയവും തോന്നരുത്. ഇല്ല സാർ, ഈ ആണ്ടവന്റെ ഒരു കാര്യം ഏറ്റെടുത്താ അത് പെർഫെക്റ്റ് ആയിരിക്കും. സാർ അവരുടെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തന്നാൽ മതി. ഞാൻ കാത്തു നിന്നോളാം. ശരി. പോയിട്ട് വരാമെന്ന് പറ മോനെ. എന്നാ പോയിട്ട് വരാം. അതെ, എവിടെ താമസിക്കുന്നൊക്കെ വിളിച്ചറിയിക്കണേ. അതിലൊന്നും ഒരു പേടിയും വേണ്ടമ്മേ. എല്ലാ കാര്യങ്ങളും ബുക്ക് ചെയ്ത് കൺഫേം ആക്കിയിട്ടുള്ളതാ. അച്ഛന് എല്ലാ സ്ഥലങ്ങളിലെയും റിസോർട്ടുകളുടെ നമ്പറും റൂട്ട് മാപ്പും എല്ലാം അയച്ചു തന്നിട്ടുണ്ട്. അല്ല, എന്നാലും ഇടയ്ക്കൊന്ന് വിളിച്ചേക്ക്, വിവരങ്ങളൊക്കെ ഒന്ന് അറിയാലോ. മാധുരി, അവര് പോകുന്നത് അവരുടെ സന്തോഷത്തിനാ. അതിനിടയ്ക്ക് നമ്മളെ ഓർക്കാനും വിളിക്കാനും അല്ല. അല്ലേ മക്കളെ? ഞങ്ങൾ വിളിച്ചോളാം അച്ഛമ്മേ. എവിടെയൊക്കെ പോയാലും ഞങ്ങൾക്ക് ഓർക്കാൻ വീടും വീട്ടുകാരും അല്ലാതെ വേറെ ആരോ ഉള്ളത് അല്ലേ ചേട്ടാ? നിങ്ങൾ പോയി അടിച്ചു പൊളിക്കും മക്കളെ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങളെ വിളിച്ചാ മതി. കോടതിയും കേസും അടിപിടിയും വഴക്കും ഒക്കെയായി ജീവിക്കാൻ മറന്നുപോയ പിള്ളേരാ നിങ്ങള്. ഇനി കുറച്ചു ദിവസമെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് മാത്രമായിട്ട് ജീവിക്കും. ശരി അച്ഛമ്മേ. അമ്മേ, അച്ഛനോട് പറഞ്ഞു കേട്ടോ. അപ്പൊ ഇനി യാത്രയില്ല അമ്മേ. അച്ഛമ്മ, പോയിട്ട് വരാം. ശരി മോളെ. ശരി അമ്മ, പോയിട്ട് വരാം. ഈശ്വര, ഇപ്പോഴാണ് താൻ ശരിക്കും പൂജയായത്. അപ്പോ ഇതുവരെ ഞാൻ മറ്റാരെങ്കിലും പോലെയായിരുന്നോ? അതല്ലടോ, ആദ്യം തന്നെ കാണുമ്പോ തന്റെ കണ്ണിലൊരു തിളക്കമുണ്ടായിരുന്നു. ആത്മവിശ്വാസവും ആർജവും ഒക്കെയുള്ള ഒരു പെൺകുട്ടിയാണെന്ന് വിളിച്ചു പറയുന്ന തിളക്കം. പിന്നെ 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 അത് പോയല്ലേ? അല്ല, ആർജവും മിടുക്കൊന്നും പോയിട്ടില്ല. പക്ഷേ ആ തിളക്കത്തിന് പകരം ഒരു വിഷാദമായിരുന്നു എപ്പോഴും. ചില സമയത്ത് തന്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോ താൻ ഉള്ളിൽ കരയുന്നത് എനിക്ക് കാണാമായിരുന്നു. ഞാൻ ഉള്ളിൽ കരയുന്നത് മറ്റാരും അറിയരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്നിട്ടും ഇങ്ങേരത് എങ്ങനെ അറിഞ്ഞു? പിന്നല്ലാതെ. പക്ഷേ പലപ്പോഴും ഞാനത് അറിഞ്ഞായിട്ട് ഭാവിക്കില്ല. തനിക്ക് കൂടുതൽ വിഷമം ഉണ്ടാവരുതെന്ന് കരുതി.
വേറെ കുറെ കാര്യങ്ങളിലേക്ക് തന്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ നോക്കുമായിരുന്നു. എന്നാലേ ആ സമയത്തൊക്കെ മോൻ എന്നെ മനഃപൂർവ്വം സന്തോഷിപ്പിക്കാനാ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നേന്ന് ഞാനും മനസ്സിലാക്കിയിരുന്നു കേട്ടോ. ഓരോ നോക്കിൽ എന്നെ ഞാൻ മറന്നു നിന്നുവോ, ഓരോ വാക്കിൽ വെണ്ണിലാവ് പെയ്തിടുന്നുവോ, താനേ തമ്മിൽ ഒന്നൊരുമ്മിയോ, ഏതോ നാണം മഞ്ഞു തൂവിയോ, നീ എൻ കൺപീലിയാകുമോ, ാകുമോ, നീ എന്നുൾ താളമാകുമോ, പാടുമെന്ന് யாரது? പാതിരാമുല്ലകൾ പൂവിടും മാരിവിൽ നെയ്യുമീ കൊട്ടിലായി, എന്നിലെ ചില്ലയിൽ മഞ്ഞുനീർ തുള്ളിയായി പെയ്യുമോ, മെല്ലെ നീ ചെമ്പക ചുണ്ടിലെ തേൻകുടം ഒന്നിതൻ കുമ്പിളിൽ തൂകുമോ, ലോലമായി കാതിലൊന്നീണം മൂളുമോ, കുഞ്ഞു തെന്നലെ ഒന്നിളം വെയിൽ വിരൽ നിറം കുടഞ്ഞുമോ, നിന്നെനിയാകുമല്ലേ ചുരുൾ കടൽ സ്വയം അടഞ്ഞതോ, എൻ മനം എതിൽ മലർക്കുടം പൊഴിഞ്ഞുവോ, നീ ഒന്ന് പുഞ്ചിരിച്ച് ചാരത്ത് വന്നു നിൽക്കവേ, വെള്ളിനൂലിൽ കുരുത്ത പോലെ നാം ഒന്നു ചേർന്നിരിക്കവേ, പാടുമെന്ന്